ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ SSC GD എക്സാമിന് 20 ക്വസ്റ്റ്യൻസ് ആണ് GK എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ളത് അല്ലേ. അപ്പം ഈ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ 10 സബ്ജക്റ്റുകൾ GK പഠിക്കണം. സോ ഈ 10 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അവിടെയാണ് നമ്മൾ ഹാർഡ് വർക്ക് മാറ്റി വെച്ചിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിന് നമ്മുടെ GD പ്രീവിയസ് ഇയർ എക്സാംസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക്, ഇതിനെ സെലക്ട് ചെയ്ത് ഇതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്നു. സോ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GK എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് നിങ്ങൾക്ക് ഈ സ്ലൈഡിലോട്ട് നോക്കാം. നമ്മുടെ 2 വർഷം നടന്ന GD എക്സാംസ് ടോട്ടലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിർജു മഹാരാജ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, അയാളെ ബേസ് ചെയ്ത് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന്. അതുപോലെ തന്നെ കുറച്ച് പേഴ്സൺസിന്റെ പേര് കൊടുത്തിട്ട് ഇതില് സോവിയറ്റ്ലാൽ നെഹ്റു അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ നോക്കേ, വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്ന പേഴ്സൺ ആരാണെന്ന് ചോദിച്ചു. ഇതിനെല്ലാം ആൻസർ ആരാണ്? ബിർജു മഹാരാജ് ആണ്. 2022 GDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ നമുക്കിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ 2024 നടന്ന GD എക്സാം നോക്കുവാണെങ്കിൽ എഗെയിൻ ക്വസ്റ്റ്യൻസ് അയാളുമായിട്ട് ബിർജു മഹാരാജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഗെയിൻ റിപ്പീറ്റഡ് ആണ്. നോക്കുമ്പോ 1986 പത്മവിഭൂഷൺ ലഭിച്ച കഥക് ഡാൻസർ ആരാണ്? ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അതുപോലെ തന്നെ ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്ന പേഴ്സൺ ആരാണ്? ഇത്തരത്തിൽ ബിർജു മഹാരാജിനെ ബേസ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനി വരുന്ന നമ്മുടെ എക്സാമിനും ബിർജു മഹാരാജ് എന്ന് പറയുന്ന ഒരു പേഴ്സണെ പറ്റിയുള്ള ഫാക്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു 10 മിനിറ്റ് സെക്ഷനിലൂടെയും നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബിർജു മഹാരാജുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് റെലവന്റ് ആയിട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ അറിയണം ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആദ്യം പഠിക്കുന്ന പോയിന്റ് അതാണ്. ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കഥക് ഡാൻസ് ഫോം ആണ്. ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബിർജു മഹാരാജ് കഥക് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം. ഓക്കെ, ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1964 പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം അത് 1986 ഓക്കെ, ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എന്നാണ് 1986 ബിർജു മഹാരാജിന് 2012 ഓക്കെ, ബിർജു മഹാരാജിന് 2012 നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ബിർജു മഹാരാജിന് 2012 നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നുണ്ട്. ബിർജു മഹാരാജിന് നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നത് ഏത് മൂവിയുടെ കൊറിയോഗ്രാഫിക്കാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഏത് മൂവിയുടെ കൊറിയോഗ്രാഫിക്കാ? വിശ്വരൂപം എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക്. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഒരുവേള ചോദിക്കാം വിശ്വരൂപം എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് 2012 നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നായിരിക്കാം. ഒരു തവണ ക്വസ്റ്റ്യൻ വരിക 2012 ഏത് മൂവിക്കാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജിന് നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചതെന്നായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ പഠിച്ചോണേ. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക് ഡാൻസർ ആണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ആണെങ്കിൽ 1964 പത്മവിഭൂഷൺ ആണെങ്കിൽ 1986 2012 നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നത് വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്കാണ്. അതുപോലെ തന്നെ ഓർക്കുക 2016 പണ്ഡിറ്റ് ബിർജു മഹാരാജിന് 2016 ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, 2016 ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നുണ്ട്. ഈ ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത് ഏത് മൂവിയുടെ കൊറിയോഗ്രാഫിക്കാണ്? ബാജിറാവോ മസ്താനി. ഓക്കെ, ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് 2016 ഫിലിം ഫെയർ അവാർഡ് ആർക്ക് ലഭിക്കുന്നത് ഓർക്കുക? ബിർജു മഹാരാജിന് ലഭിക്കുന്നത് ഓർക്കുക.
പണ്ഡിറ്റ് ബിർജു മഹാരാജ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിക്കുന്ന കഥക് ഡാൻസർ. ഓക്കെ, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിക്കുന്ന കഥക് ഡാൻസർ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, തുടക്കത്തിൽ ഞാൻ കാണിച്ചില്ലേ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിക്കുന്ന കഥക് ഡാൻസർ ആരാ? ബിർജു മഹാരാജ് ആണ്. ഓർക്ക, ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. ഓക്കെ, കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. സോ ഇത്രയും ഫാക്ടുകൾ ആദ്യം ബിർജു മഹാരാജിനെ പറ്റി പഠിച്ചു വെക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പണ്ഡിറ്റ് ബിർജു മഹാരാജ് പേര് കേൾക്കുമ്പോഴേ മൈൻഡിൽ വരണം കഥക് ഡാൻസർ ആണ്. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1964. ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം 1986. 2012 നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നു വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക്. 2016 ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നു ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് നേടുന്ന കഥക് ഡാൻസർ ആരാണ്? പണ്ഡിറ്റ് ബിർജു മഹാരാജ് ആണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്ന ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്ന ഈശ്വരി പ്രസാദ്. ഓക്കെ, ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്ന ഈശ്വരി പ്രസാദിന്റെ ഡിസെൻഡന്റ് ആരെന്ന് പറയുന്നത് നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ക്വസ്റ്റ്യൻ വന്നു. ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്ന ഈശ്വരി പ്രസാദിന്റെ ഡിസെൻഡന്റ് ആര്? ബിർജു മഹാരാജ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കിട്ടും. ബിർജു മഹാരാജ് അല്ലെങ്കിൽ ഈശ്വരി പ്രസാദ് ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏത് ഡാൻസ് ഫോം ആണ്? കഥക് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്ന ഈശ്വരി പ്രസാദിന്റെ ഡിസെൻഡന്റ് ആണ് ആര്? ബിർജു മഹാരാജ്. കഴിഞ്ഞില്ല, ബിർജു മഹാരാജിനെ കഥക് പഠിച്ചു വെച്ചേക്കുന്ന പോലെ ഒരു 3 പേഴ്സൺസിന്റെ പേരുകൂടി ഇതിന്റെ കൂടെ ഓർത്തോളുക. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് അച്ഛൻ മഹാരാജ്. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അച്ഛൻ മഹാരാജ് ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ലച്ചു മഹാരാജ്. ലച്ചു മഹാരാജ് ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ കഥക് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു ശംഭു മഹാരാജ്. ഓക്കെ, അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്. 3 പേരുകളും ഒരേപോലെ ഓർത്തിരിക്കാലോ. അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്. ഇതുപോലെ 2 പേഴ്സൺസിന്റെ പേരുകൂടി ഉണ്ട്. കൽക്കാ പ്രസാദ്. ഓക്കെ, കൽക്കാ പ്രസാദ്. അതുപോലെ തന്നെ കുമഡിനി ലാഗിയ. ഓക്കെ, കൽക്കാ പ്രസാദ്, കുമഡിനി ലാഗിയ. ഇവരെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാംസിന് റീസെന്റ് നടക്കുന്ന എക്സാംസിന് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പേരുകളാണ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു ഈശ്വരി പ്രസാദ് എന്ന് പറയുന്നത് ഫസ്റ്റ് കഥക് ടീച്ചർ ആണ്. ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്ന ഈശ്വരി പ്രസാദിന്റെ ഡിസെൻഡന്റ് ആണ് ബിർജു മഹാരാജ് എന്ന് പറഞ്ഞു. ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആരാണ്? ക്വസ്റ്റ്യൻ വന്നു. അതുകൂടി നോട്ട് ചെയ്യണം. ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആണ് ശോഭന നാരായണൻ. ഓക്കെ, ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആണ് ആര്? ശോഭന നാരായണൻ. സോ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ടുകളെ ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളുക. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന് സംഗീത നാടക അക്കാദമി അവാർഡ് ആണെങ്കിൽ 1964. പത്മവിഭൂഷൺ ആണെങ്കിൽ 1986. 2012 നാഷണൽ ഫിലിം അവാർഡ് വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക്. 2016 ഫിലിം ഫെയർ അവാർഡ് ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക്. അതുപോലെ തന്നെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ആർക്ക് ലഭിക്കുന്നു? കഥക് ഡാൻസർ ആയിട്ടുള്ള പണ്ഡിറ്റ് ബിർജു മഹാരാജിന്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഘരാനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാനയാണ്. ഫസ്റ്റ് കഥക് ടീച്ചർ എന്നറിയപ്പെടുന്നു ഈശ്വരി പ്രസാദ്. ഏത് ഘരാനയാണ്? ഏത് ഡാൻസ് ഫോം ആണ്? കഥക് ഡാൻസ് ഫോം ആണ്. ഈശ്വരി പ്രസാദിന്റെ ഡിസെൻഡന്റ് ആണ് ബിർജു മഹാരാജ്. ബിർജു മഹാരാജിന്റെ സ്റ്റുഡന്റ് ആണ് ആര്? ശോഭന നാരായണൻ. ഓർക്കേണ്ട ബാക്കിയുള്ള പേഴ്സൺ അച്ഛൻ മഹാരാജ്, ലച്ചു മഹാരാജ്, ശംഭു മഹാരാജ്, കൽക്കാ പ്രസാദ്,
കുമിടിനിയിലാകിയ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കുക, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കും. ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അഥവാ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല, നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് PPT നോട്ടുകൾ PDF ആക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. നിങ്ങൾക്ക് മെറ്റീരിയൽ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യിക്കും. അത് മാത്രമല്ല, നിങ്ങളെ പഠിത്തത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8075753676 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ് ടു ഓൾ. ഓക്കെ, ബൈ.